കുറേ ദിവസം മുന്നേ എടുത്താണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ലോ ഫെസ്റ്റിന്റെ പരിപാടിയും ഇന്റേൺഷിപ്പും ഒക്കെ ആയിട്ട് സെൽഫ് കെയറിന് 1% പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്ന് സൺഡേ എല്ലാ പരിപാടികളും ഒരുവിധം ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടെ ഹെയർ കെയറും ബോഡി കെയറും ഒക്കെ ഒന്ന് ചെയ്യാം. മെയിൻലി ഞാൻ ഹെയർ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് ഹെയർ അത്രയും ഫ്രിസിയാണ്. ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ എണ്ണിക്കുമ്പോൾ ഈ ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ആണെന്നുള്ള രീതിക്ക്. ഇനി കുറച്ചു നേരം ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇന്നത്തെ പരിപാടികളെല്ലാം എന്തൊക്കെയാണെന്ന് സ്വന്തമായിട്ടൊന്ന് കണക്ക് കൂട്ടും. ദെൻ ബ്രഷ് ചെയ്തു. ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഈ പിക്സിൻ്റെത്. എങ്ങനെയുണ്ടെന്ന് നെക്സ്റ്റ് ടൈം വീഡിയോയിൽ പറയാം. എനിക്കും താമരയ്ക്കുള്ള ഒരു ബെസ്റ്റ് കളക്ഷൻ ഒന്നും പറയുന്നില്ല, ബോട്ടിൽ കളക്ഷൻ ഏകദേശം ഉണ്ട്. വെള്ളം കൂടി ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇന്നേ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കണം. അപ്പൊ അതിന്റെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളി. ഓക്കെ, പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. എനിക്ക് എന്താ ഇത്രയും സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മേക്കപ്പ് ചെയ്ത് വീഡിയോ എടുത്താൽ അപ്പം ഞാൻ ഹാപ്പിയാണ്. കുറേ വീഡിയോസ് നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മൾ പൊട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിലോ ഓ കൂൾ ഗേൾ, നമ്മൾ പൊട്ട് വീണ്ടും തൊടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൂള സ്ത്രീ. വീഡിയോ എടുക്കുന്നതിന് മുന്നേ സ്ക്രിപ്റ്റിംഗ് മസ്റ്റ് ആണ്, ബിക്കോസ് ലോങ് വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റിംഗ് ഇല്ലെങ്കിൽ മൊത്തം കൊളാവും. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വ്ളോഗൊക്കെ എടുത്ത് കഴിഞ്ഞു. കണ്ടോ? ഇനി നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഹെയറൊക്കെ കഴുകാം. ഹെയറിൻ്റെ എന്തൊക്കെയാണ് ഞാൻ സ്മൂത്തായിട്ട് ഇങ്ങനെ കിടക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് അത് ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ വെറുതെ പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല, അടിപൊളിയാണത്. ലോ ഫെസ്റ്റിന്റെ ഇന്റർനെറ്റ് തിരക്കിനിടയിൽ ഇങ്ങനത്തെ ലോങ് വീഡിയോസും എടുക്കാൻ പറ്റിയില്ല, അതാണ് ഇന്നങ്ങ് എടുത്തത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സ്കിൻ കെയർ, ഹെയർ കെയർ സംഭവങ്ങൾ. ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഹിയർ ഇറ്റ് ഈസ് സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ട്, ബോഡി കെയറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതൊന്നും ഭയങ്കര ഹെവി, എന്താണ് പറയുക, ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല. എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് 2 പ്രോഡക്റ്റ്സ് ആണ്. അതിൽ വെരി ഫസ്റ്റ് വൺ ഈ ഒരെണ്ണമാണ്, മാമ എർത്തിൻ്റെ നമ്മുടെ റോസ്മേരി വാട്ടർ. ആൻഡ് ഇതാണ് ആബ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. സോ ഇത് രണ്ടും പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. അത് നമുക്ക് ചെയ്തുകൊണ്ട് പറയാം. ഐ തിങ്ക് ദാറ്റ്സ് മച്ച് ബെറ്റർ, ബിക്കോസ് ഒരു കഥയാണ് കേസ്. ഇത് ഒരു വല്ലാത്ത കഥയാണ്. എൻ്റെ ഒരു ഇത് ഭയങ്കര കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ബിഫോർ ദാറ്റ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര അലമ്പായിരുന്നു നേരത്തെ. ഇപ്പോൾ ഏകദേശം റിക്കവറി സ്റ്റേജിലാണ് ഹെയർ ഉള്ളത്. നേരത്തെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹെയർ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഹെയർ ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹെയറിന് ഇങ്ങനെ അറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, മടുപ്പാവും ഹെയറിന് ഏത് നേരവും നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതാണ് ഞാൻ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായത്. എൻ്റെ ഹെയർ നല്ലപോലെ ഇപ്പോൾ കിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഹെയർ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ടോ, എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് അറച്ചായിരുന്നു കിളിക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു കൊളാബറേഷൻ പ്രോഡക്റ്റായിട്ട് കിട്ടിയതായിരുന്നു ഈ ആൽസ് ഗുഡ്നസിൻ്റെ ഈ പ്രോഡക്റ്റ്. ഈ കൊളാബറേഷൻ കിട്ടുന്നതിന് മുന്നേ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം, എനിക്ക് ബേബി ഹെയർസാണ് കൂടുതൽ. കണ്ടില്ലേ, ഇവിടെ വേറൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേണ്ട ഈ ഹെയറിൻ്റെയൊക്കെ ലെങ്ത് കണ്ട്, ഈ ഹെയറൊക്കെ ഇപ്പോൾ വന്ന ഹെയറാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ലെങ്ത് ഇപ്പോൾ വന്ന ഹെയർസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കിളിച്ചിറങ്ങുന്നേ ഉള്ളൂ. അപ്പം നല്ലപോലെ ഹെയർ ഗ്രോത്ത് റൂട്ടീനേ ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ആൽസ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അജുവിൻ്റെയും നമ്മൾ അടിച്ച് മാറ്റിയ പ്രോഡക്റ്റാണ് ഇത് കേട്ടോ. ഈ അതുപോലെ ഇത് ഭയങ്കര ഗ്രോത്താണ് കേട്ടോ. ഈ ഒരു മാമ എർത്തിൻ്റെ ഈ റോസ്മേരി വാട്ടർ ഭയങ്കര ഗ്രോത്താണ്, ശരിക്കും എൻ്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റ് തിങ് അത് ഉപയോഗിക്കാം. നമുക്ക് ഹെയർ ആണ് ഈ വർഷത്തെ എൻ്റെ ഒരു എന്താ പറയുക, മറ്റേ വിഷൻ ബോർഡിലൊരു മെയിൻ തിങ് ആയിരുന്നു ഈ ഹെയർ ഗ്രോത്ത്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാം. നമ്മളിങ്ങനെ ഓരോ സെപ്പറേറ്റഡ് പോർഷൻ എടുക്കുക, വകുപ്പെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്. അപ്പം എനിക്കാണെങ്കിൽ എപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയാലും ഞാൻ ഹെയർ കട്ട് ചെയ്യും, അതെൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഹെയർ നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട്. ഞാൻ പഴയ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുക, എൻ്റെ ഹെയർ എത്ര ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട്. അതിന് ഒറ്റ റീസണേ ഉള്ളൂ, ഹെയർ കെയർ ആൻഡ് ദിസ് ആൽസ് ഗുഡ്നസിൻ്റെയും ഈ പറഞ്ഞ മാമ എർത്താണ് കുറച്ചും കൂടി എനിക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് ഫീൽ ചെയ്തത്, മാമ എർത്താണ്. സോ അപ്പോൾ അത് രണ്ടും നൈസാണ് കേട്ടോ.
ഇവിടെ ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പോർഷനിൽ. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇവിടെ ഇങ്ങനെ ബേബി ഹെയർസ് ഉണ്ടാവാറുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക 400 ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷെ അതിനുള്ള ഗുണമുണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കാം അത്ര. എത്ര ഹെയർ കെയർ ചെയ്താലും നിങ്ങൾ യൂസ് ചെയ്യുന്ന കോംബ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ റോൾ ടൈപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് യൂസിൽ തന്നെ നിങ്ങൾക്കൊരു വേവി ടെക്സ്ചർ കിട്ടും. പിന്നെ ഇവൻ ഒരു മെയിൻ ആയിട്ട് അത് ഞാൻ പിന്നെ പറയാം. 30 മിനിറ്റ് ഹെയർ അങ്ങനെ വെക്കണം. സോ നമുക്കൊന്ന് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. 30 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ നേരത്തെ റൂം ഡെക്കോറായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ ബാത്റൂം കുറച്ച് മോർ എസ്തെറ്റിക് ആവാം. നല്ല രസമില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്കൊന്ന് കുളിക്കാം. സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ആഫ്റ്റർ ഷാമ്പു ഈ സ്കാൽപ്പ് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ദെൻ നമ്മൾ കണ്ടീഷണർ ഇടണം. കണ്ടീഷണറും ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഫ്ലാക്സീഡ് ജെൽ തേച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഹെയർ കിട്ടും. പിന്നെ നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്തു, ലെഗും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, ടാനൊക്കെ അടിപൊളിയായിട്ട് പോകും. പിന്നെ ഇവനെ നമ്മൾ ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ്. സത്യം പറഞ്ഞാൽ ആളുടെ സ്മെല്ല് അടിപൊളിയാട്ടോ. അണ്ടർ ആം പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഇവൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അങ്ങനെ അവനെയും തേച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങി. ജിമ്മിലെ വ്ലോഗും കൂടെ ആഡ് ചെയ്ത് ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കുന്നില്ല. വീട്ടിലെത്തിയ ഒരു യോഗോട്ടും ഒരു ഷേക്കും കുടിച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഗായു എത്തി. നമ്മൾ ഇപ്പോൾ ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ കോളേജിൽ പോവാം. സോ കോളേജിലെ നാടകത്തിൻ്റെ ഒരു പരിപാടി, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ നാടകത്തിന് കാണാൻ. എനിക്കറിയാം ഇതൊരു കുട്ടി വീഡിയോ ആണെന്ന്. നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചുകൂടെ ലോങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട്. പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.